പൂടംകല്ലിലെ വെള്ളരിക്കുണ്ട് താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ രാത്രി സേവനം നിലച്ചിട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും അടിയന്തരമായി ഡോക്ടർമാരെ നിയമിക്കാത്തതിലും പ്രതിഷേധം ശക്തം. കള്ളാർ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ കാഞ്ഞങ്ങാട് DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പൂടംകല്ലിലെ വെള്ളരിക്കുണ്ട് താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ രാത്രി സേവനം നിലച്ചിട്ട് ദിവസങ്ങൾ പിന്നിട്ടുവെന്നും അടിയന്തരമായി ഡോക്ടർമാരെ നിയമിക്കാൻ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു കാഞ്ഞങ്ങാട് DMO ഓഫീസിലേക്ക് കള്ളാർ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ മാർച്ച് നടത്തിയത്. പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഏക താലൂക്ക് ആശുപത്രിയാണ് കള്ളാർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പൂടംകല്ലിൽ സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ആശുപത്രി. ഒരാഴ്ചയോളമായി പൂടംകല്ല് താലൂക്ക് ആശുപത്രിയിലെ രാത്രികാല സേവനം നിർത്തിയിരിക്കുകയാണ്. ഏകദേശം 15ഓളം ഡോക്ടർമാർ വേണ്ടെടുത്ത് ഇപ്പോൾ 2 ഡോക്ടർമാരുടെ സേവനം മാത്രമാണ് ലഭ്യമാകുന്നത്. ഒരാഴ്ച മുമ്പ് പൂടംകല്ലിൽ ആ പ്രദേശത്തെ ജനങ്ങൾ സായാഹ്ന ധർണ നടത്തുകയും ആശുപത്രിയുടെ മുമ്പിലേക്ക് സമരം നടത്തുകയും ചെയ്യും. ഈ പ്രതിഷേധങ്ങൾ പോലും കണ്ടില്ല എന്ന് അടിച്ചുകൊണ്ട് അവിടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഏകദേശം 4ഓളം ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലുള്ള ജനങ്ങളും രോഗികളും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക, അധികാരികളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇന്ന് ഞങ്ങൾ ഈ DMO ഓഫീസിലേക്ക് എത്തിയത്. ഇന്ന് രാവിലെ ഒരു രോഗി രാവിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തുകയും അവിടെ ഗേറ്റ് വരെ അടച്ചിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് അവിടെ കാണുവാൻ സാധിച്ചത്. ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അതിനകത്തേക്ക് പ്രവേശനം പോലും ലഭിച്ചില്ല. നിരവധി ആളുകൾ മാർച്ചിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.